താങ്ക് യു വെരി മച്ച്. ബഹുമാനരെ, ഗ്രാൻഡ് 1000 ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവർക്ക് നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി കേരള വിഷൻ ഗ്രാൻഡ് 1000ലേക്ക് വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കേരളത്തിന്റെ അഭിമാനമായ കേരള വിഷൻ 1000 കോടി വാർഷിക ടേൺ ഓവർ എന്ന അതിഗംഭീരമായൊരു അച്ചീവ്മെന്റിന്റെ നിറവിൽ നിൽക്കുകയാണ്. ഈ ഒരു നേട്ടത്തിന്റെ, ചരിത്രപരമായ നേട്ടത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രാൻഡ് 1000 എന്ന ഈ ഒരു സെലിബ്രേഷൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിനായി ആദരണീയനായ മന്ത്രി ശ്രീ പി രാജീവ് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം തന്നെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി കേരള വിഷൻ ഗ്രാൻഡ് 1000 ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ശ്രീ പി രാജീവ് അവരുടെ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ TJ വിനോദ് MLA അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഹൈബി ഈഡൻ MP അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും. ശ്രീ MV ശ്രേയംസ് കുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മുരളി തുമാരംകുടി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സകിലൻ പത്മനാഭൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ടീമിനെ കേരള വിഷൻ ചെയർമാൻ ശ്രീ K ഗോവിന്ദൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. COA സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവരുടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദരണീയനായ ശ്രീ ജനറൽ സെക്രട്ടറി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഒരു വീഡിയോ ആണ് കാണേണ്ടതായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കേരള വിഷന്റെ മനോഹരമായ ഹൈബി ആദരണീയനായ MP ശ്രീ ഹൈബി ഈഡൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും കേരള വിഷൻ കുടുംബത്തിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഓൾ അവർ ഡിഗ്നിറ്ററീസ്. പ്രിയപ്പെട്ടവരെ, കേരള വിഷൻ ചരിത്രപരമായ ഈ ഒരു അച്ചീവ്മെന്റ് നിറവിൽ നിൽക്കുമ്പോൾ കേരള വിഷന്റെ ആ മനോഹരമായ യാത്രയെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഔപചാരിക ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാം. എല്ലാവരും ദയവായി ഒരിക്കൽ കൂടി ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ലെറ്റ്സ് വൺസ് അഗൈൻ വാച്ച് കേരള വിഷൻ വീഡിയോ. The Cable TV Operators Association was formed in 1996, a collective effort by Kerala's independent cable operators to create something bigger together. In the years that followed, Mr. Nasir Hassan Anwar stepped in and played a key role in giving the association more structure and direction. He worked closely with over 6,000 small cable operators across the state and helped strengthen the backbone of Kerala's digital network. This journey led to the launch of Kerala Communicators Cable Limited, KCCL, in 2007, connecting homes, supporting livelihoods, and reshaping Kerala's media landscape. Today, we are the number 4 MSO in India. From cable TV, we move forward into the digital era with the launch of Kerala Vision Broadband in 2016. While standing tall against multinational giants, we are proud to be India's 6th largest broadband provider and the 2nd largest rural FTTH broadband provider in the country. We didn't stop there. With KE OTT, we changed how Kerala experiences entertainment by bringing live TV, top OTT platforms, and on-demand content into one seamless app. Backed by over 6,000 last mile operators, we stay deeply rooted in Kerala, offering reliable, affordable, and future-ready services. From cable to broadband to digital innovation, this is not just our journey, it is your story too. And together, we have crossed a remarkable milestone, a 1,000 crore annual turnover, a proud moment for all of us. What an inspiring video and what an inspiring achievement. 1,000 crore annual turnover. Congratulations the entire Kerala Vision team. പ്രിയപ്പെട്ടവരെ,
സ്വാഗത പ്രസംഗത്തിലൂടെ നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നത് കേരള വിഷൻ ചെയർമാനായ ശ്രീ കെ ഗോവിന്ദൻ അവർകളാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നതിലും കമ്പനികളുടെ രൂപീകരണത്തിലും നിർണായകമായ സംഭാവനകൾ നൽകുകയും 8 വർഷം സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദം വഹിക്കുകയും ചെയ്തു. KCCL പ്രൊമോട്ടിംഗ് ബോർഡ് മുതൽ പ്രവർത്തിക്കുകയും കമ്പനിയുടെ പ്രഥമ മാനേജിംഗ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. നിലവിൽ കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനായി സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു വരുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരണീയനായ ചെയർമാൻ ശ്രീ കെ ഗോവിന്ദൻ അവർകളെ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ പി രാജീവ് മന്ത്രി, അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ മാധവൻ, ശ്രീ ഹൈബി ഈഡൻ, ശ്രീ TJ വിനോദ് MLA, അതുപോലെ ശ്രീ MV ശ്രേംസ് കുമാരം, അതുപോലെ സ്റ്റേജിലുള്ള നിരവധി പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള വിഷൻ എന്ന ഈ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നമുക്ക് ഒരു വേദിയിൽ അവതരിപ്പിച്ച് തീർക്കുക എന്നുള്ളത്, അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. ആ ദൗത്യം ഇവിടെ പലപ്പോഴും പല നമ്മുടെ അതിഥികളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരള വിഷൻ്റെ ഈ ആഘോഷ പരിപാടിയിൽ 1 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടായി എന്നുള്ള അച്ചീവ്മെൻറ്റ് ഒരു സംഖ്യയുടെ ഒരു എമൗണ്ടിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ അവതരണം മാത്രമല്ല. ഇതൊരു വളരെ ദീർഘമായ, വളരെ സാഹസികമായ, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ജേണിയുടെ, ഒരു കാഴ്ചപ്പാടിൻ്റെ, യാത്രയുടെ അവതരണമാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ രാജ്യത്തുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സമാന മേഖലയിലുള്ള കമ്പനികൾ പ്രവർത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ പാതയിലൂടെ നടന്നതുകൊണ്ട് മാത്രമുണ്ടായിട്ടുള്ള, ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താനുള്ള ഒരു ചിന്ത ജലിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയാണ്. അതിൻ്റെ യാത്രയിലെ നിർണായകമായൊരു ചുവടുവയ്പ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രഖ്യാപനം ആണ്. കേബിൾ ടെലിവിഷനിലൂടെ കേരളത്തെ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഉള്ളതൊരു കാഴ്ചപ്പാടാണ്. 2007 കേരള വിഷൻ എന്ന കമ്പനി ശ്രീ NH അൻവറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ ആശയപ്രകാരം രൂപീകരിക്കുമ്പോൾ ഈ കേരളത്തെ പൂർണ്ണമായും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ദീർഘവീക്ഷണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദീർഘവീക്ഷണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വെറും ഒരു ബിസിനസ് കാഴ്ചപ്പാട് മാത്രം പോരാ. അതിൻ്റെ കണ്ണികളായി നിൽക്കുന്ന 6000-ഓളം വരുന്ന മനുഷ്യരെ, എൻട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളെ, മത്സരാർത്ഥികളായിട്ടുള്ള, മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു കുടക്കീഴിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുണ്ട്. ആളുകളെ കൂട്ടിയോജിപ്പിക്കാനും അവരെ ചടുലമായി പ്രവർത്തിപ്പിക്കാനും അവരുടെ ഇടയിൽ ഒരു സാഹോദര്യം ഉണ്ടാക്കാനും അവരുടെ മുമ്പിൽ വിശ്വാസ്യത ഉണ്ടാക്കാനും അവർ ഇൻവെസ്റ്ററാക്കാനും ആ പ്രവർത്തന പദ്ധതി വിജയകരമാണെന്ന് അവർക്ക് ആത്മവിശ്വാസം പകരാനുമൊക്കെയുള്ള ഒരു വലിയ ദൗത്യം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ബിസിനസ് എന്റർപ്രണർമാരുടെ മേഖലയിലെന്നല്ല, ഈ സാധാരണ സംഘടനകളിൽ, വെറും സന്നദ്ധ സംഘടനകൾ പോലും ഇത്തരത്തിലുള്ള ഒരു വിളക്കിച്ചേർക്കൽ സാധ്യമല്ലാത്തൊരു കാലത്താണ് ഇത് സാധ്യമായത്, ഇത് നടപ്പിലാക്കിയത്. അതിന് ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ എന്ന് പറയുന്നത്, നമുക്ക് കേരളത്തെ ഒരു നവോത്ഥാന കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. എങ്ങനെയാണ് അത് സാധ്യമാക്കിയത്? നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്ത ചിന്താഗതിയും രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ നിന്ന് അവർ ജീവിക്കുമ്പോൾ പോലും അവരെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ തിരിച്ചറിയുകയും അവരെ ഏകോപിപ്പിക്കാൻ, ആ പോയിന്റിൽ നിന്ന് അവരെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ നിർണായകമായൊരു ദൗത്യമാണ് നടത്തിയത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കേരള വിഷൻ്റെ ഈ വളർച്ചയുടെ ജൈത്രയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അതാണ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കേരള വിഷൻ നൽകുന്ന സേവനങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുക എന്നുള്ളതല്ല, അത് ലോകോത്തരമായിരിക്കണം, കാര്യക്ഷമമായിരിക്കണം, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപഭോക്താക്കളെ പ്രചോദിപ്പിക്കുന്നതാകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നൽകിയിട്ടുള്ള സർവീസുകൾ, കേരള വിഷൻ നൽകിയിട്ടുള്ള ഡിജിറ്റൽ കേബിൾ ടി സർവീസ് ആവട്ടെ, ഇന്റർനെറ്റ് സർവീസ് ആകട്ടെ, അതൊക്കെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഓരോ ഇൻഡസ്ട്രിയിലും ഉണ്ടാകുന്ന
പരിവർത്തനങ്ങൾ നമുക്കറിയാം. വിഷ്വൽ മീഡിയയിൽ പ്രത്യേകിച്ച് വലിയ ടെക്നോളജികൾ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ റെഗുലേഷനുകൾ, ഇവയൊക്കെ ഇത്തരം ചെറുകിട സംരംഭങ്ങളെ പിന്നെ പരിമിതമായ ഭൗതിക സൗകര്യങ്ങളുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ നാമാവശേഷമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ പരിവർത്തനത്തെ അതിജീവിക്കാനുള്ള പുതിയ ടെക്നോളജികൾ, പുതിയ ടൂളുകൾ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരാമെന്ന് നമ്മുടെ ഒരു ഗവേഷണം, നിരന്തരമായ ഗവേഷണം, ഞങ്ങളുടെ ഈ 6000 ആളുകളുടെ ഓപ്പറേറ്റർമാരുടെ ഇടയിൽ നിരന്തരം നടക്കുന്ന സംവാദങ്ങളും കലഹങ്ങളും അതുപോലെ തന്നെ പുതിയ ഇന്നൊവേഷനുകളും പുതിയ ആശയങ്ങളും എല്ലാം ചേരുന്ന വലിയൊരു സംവാദം, വലിയൊരു ആക്ടിവിറ്റി അതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിമാസ മീറ്റിങ്ങുകൾ, അതുകൂടാതെ വിവിധ തലങ്ങളിലുള്ള വിവിധ കണ്ടെത്തലുകൾ, അതുപോലെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾ എല്ലാം അടങ്ങുന്ന വലിയൊരു പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇവയെല്ലാം കൊണ്ടാണ്, ഇവയെല്ലാം കൂട്ടിച്ചേർത്താണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട്, സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ പ്രാപ്തമായ നിരക്കിൽ അവർക്ക് അനുയോജ്യമായ ലോകത്തിലെ മറ്റു ടെക്നോളജിയോട് മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു സാഹസികമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് വളരെ വളരെ നമ്മുടെ കമ്പനിയുമായി, നമ്മുടെ പ്രസ്ഥാനവുമായി നേരിട്ട് ബന്ധമുള്ളവരെ മാത്രമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ഇൻഡസ്ട്രിയുമായി, ഈ സെഗ്മെന്റുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കമ്പനികളും കേരള വിഷന്റെ പാർട്ണർമാരാണ്. ഇന്ത്യയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ പാർട്ണർമാരാണ്. അത്തരം കമ്പനികളെയാണ് മാത്രമാണ് നമ്മൾ ഏതാണ്ട് 200-ൽ പരം വെണ്ടർമാർ കേരള വിഷനുമായി നേരിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും. 200-ൽ പരം കമ്പനികൾ നടത്തുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള നിരവധി കമ്പനികൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ 130 കമ്പനികളുടെ പ്രതിനിധികൾ മാത്രമേ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. അത് വളരെ ക്രീമായിട്ടുള്ള ആളുകളെ. അതുപോലെ തന്നെ കേരള വിഷന്റെ മുൻകാല ഡയറക്ടർമാർ, കേരള വിഷന്റെ സിഒയുടെ ഭാരവാഹി കേഡറിൽപ്പെട്ട ആളുകൾ, അങ്ങനെ വളരെ ക്രീമായിട്ടുള്ള ഒരു ടീമിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെന്നില്ല. സ്വാഗതം ചെയ്യുന്നത് പ്രായോഗികമല്ല. കാരണം ഓരോരുത്തരെയും ഇൻഡിവിജ്വലായി പ്രത്യേകം ആദരിക്കുകയും അഭിനന്ദിക്കുകയും ഈ അച്ചീവ്മെന്റിൽ അവർ നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ചതിന്റെ നന്ദി പ്രകാശിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആണെങ്കിൽ പോലും ഇത്തരം വളരെ വളരെ വേണ്ടപ്പെട്ട, വളരെ ഈ പ്രസ്ഥാനത്തെ ഇന്നത്തെ നിലയിൽ ഉയർത്താൻ സഹകരിച്ച എല്ലാവരെയും നമുക്ക് അങ്ങനെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് അഭിനന്ദിക്കാനോ നമുക്ക് അവരെ പിന്നെ അഭിനന്ദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം എല്ലാവരെയും പേരെടുത്ത് പിന്നെ അഭിനന്ദിക്കാൻ മുതിരുന്നില്ല. അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വെണ്ടേഴ്സ് ഉണ്ട്, വിവിധ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ പ്രതിനിധികളുണ്ട്, കേരള വിഷന്റെ ടീമിന്റെ പ്രതിനിധികളുണ്ട്, നമ്മുടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവനക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയിട്ടുള്ള, നേരത്തെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിപ്പോയിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. ഇന്നത്തെ ഈ വേദിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്, അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് ശ്രീ പ്രവീൺ മോഹനാണ്. അദ്ദേഹമാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹമാണ് ഈ വേദിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തെ ഞാൻ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ പി രാജീവാണ്. അദ്ദേഹം ഇന്ന് 2 ചടങ്ങുകൾക്ക് ഇവിടെ സാക്ഷ്യം നിർവഹിക്കും, ഉദ്ഘാടനം നിർവഹിക്കും. ഒന്ന് ഈ 1000 crore അച്ചീവ്മെന്റിന്റെ സെലിബ്രേഷൻ, ഇനാഗുറേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ കേരള കേബിൾ TV ബ്രോഡ്ബാൻഡ് സെഗ്മെന്റുകളിൽ നിന്ന് വിഭിന്നമായ മറ്റു സെഗ്മെന്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദേശീയ തലത്തിലേക്ക് പ്രവേശിക്കുന്ന അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. അതുകൂടാതെ അത്തരം ഇനാഗുറേഷൻ നടത്തുന്ന ശ്രീ പി രാജീവ് അവരുടെ ബഹുമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ ബഹുമാനരായ വന്നിട്ടുള്ള വ്യക്തികൾ ശ്രീ കെ മാധവനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പുതിയ ബിസിനസ് ലോഞ്ച് അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത്. കെ മാധവൻ ഒരു മലയാളി എന്ന നിലയിൽ മാത്രമല്ല, രാജ്യത്തെ മാധ്യമരംഗത്തെ കമ്പനികളുടെ, മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു ദേശീയ കോർഡിനേഷന്റെ തലവനായി നിരവധി കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലുള്ള വലിയ മാധ്യമ സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിച്ചിട്ടുള്ള വലിയ അനുഭവ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. കോഴിക്കോട് നിന്ന്
വളർന്ന് ഈ മാധ്യമ മേഖലയിൽ നിരവധി വർഷത്തെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹമാണ് നമ്മുടെ ഒരു വലിയ മുഖ്യാതിഥി. അദ്ദേഹം ഇത്തരത്തിൽ വേദികളിൽ പൊതുവെ പങ്കെടുക്കാത്ത വ്യക്തിത്വമാണെങ്കിൽ പോലും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് കേരള വിഷന്റെ തുടക്കം മുതൽ തന്നെ കേരളത്തിനെ കൗതുകപൂർവ്വം നോക്കിക്കാണുകയും നമുക്ക് അഡ്വൈസുകൾ തരികയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഇത്തരം ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഈ പ്രോഗ്രാമിന് മാത്രമായി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ ബഹുമാന്യനായ ശ്രീ കെ മാധവൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് മുഖ്യ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഒന്നാമത്തേത് ശ്രീ ഹൈബി ഈഡൻ MP. കേരള വിഷന്റെ ഏതാണ്ട് എല്ലാ പ്രോഗ്രാമുകളിലും എറണാകുളം നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട്. നിരവധി പ്രോഗ്രാമുകൾ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. കേരള വിഷന്റെ ഒരു വെൽവിഷറാണ്. പലപ്പോഴും നമുക്ക് കേരള വിഷന്റെ വളർച്ചയിൽ വലിയ നിർണായകമായ സഹകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അദ്ദേഹവും ഈ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട ഈ വേദിയിൽ എത്തിച്ചേരാൻ സംബന്ധിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വ്യക്തിത്വം മുൻ MP കൂടിയായിട്ടുള്ള ശ്രീ MV സേംസ് കുമാറാണ്. എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ നേരത്തെ MP ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റീഷ്യനാണ്. മാധ്യമരംഗത്ത് വളരെ സജീവമായി ഇടപെടുകയും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മാധ്യമരംഗത്ത് ഒട്ടനവധി കോൺട്രിബ്യൂഷനുകൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിലുള്ള KTF എന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഫെറ്റർനിറ്റിയുടെ തലവനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ നമ്മുടെ മുഖ്യ അതിഥിയായി വേദിയിലെത്തിയതിൽ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയൊരു വ്യക്തിത്വത്തെ ക്ഷണിക്കാനുള്ളത് ശ്രീ മുരളി തുമ്മാരുപടി അവർകളാണ്. G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവിന്റെ UN ഡയറക്ടറാണ് അദ്ദേഹം. ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മുടെ കേരള വിഷന്റെ ഒരു വലിയ അഭ്യുദയകാംക്ഷിയായ അദ്ദേഹത്തെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ TJ വിനോദ് MLA ആണ്. TJ വിനോദ് MLA ഈ എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട MLA നമ്മുടെ ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം നടത്തും. അദ്ദേഹത്തെ ഈ മുഖ്യ അതിഥി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ ശകിലൻ പത്മനാഭൻ അവർകളെയാണ്. ശകിലൻ കേരളത്തിലെ കേരള വിഷൻ പോലെ തന്നെ തമിഴ്നാട്ടിൽ സമാനമായ രീതിയിലുള്ള ഒരു ഫെറ്റേണിറ്റി കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കെട്ടിപ്പടുത്ത ഒരു പ്രമുഖ വ്യക്തിത്വമാണ്. തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടലാണ് കേരളത്തിലേതുപോലെ തന്നെ സമാനമായ രീതിയിൽ കേബിൾ TV ഓപ്പറേറ്റർമാരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത്. അതുകൂടാതെ അദ്ദേഹം മാധ്യമരംഗത്തും വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ചാനൽ സംസ്ഥാന തലത്തിൽ തന്നെ തമിഴ് ചാനലുകളുടെ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും ഇതേപോലെ തന്നെ 24 ന്യൂസ് ചാനലിന്റെ അധ്യക്ഷനാണ്, ചെയർമാനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ TCOയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി വളരെ സജീവമായി ഈ രംഗത്ത് ഈ കേബിൾ TV രംഗത്ത് വളരെ സജീവം പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇനി സാന്നിധ്യം അറിയിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ R ശ്രീകണ്ഠൻ നായർ നേരത്തെ തന്നെ ഇവിടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആശംസകൾ നേർന്നു കഴിഞ്ഞു, അദ്ദേഹം പോയി. അതേപോലെ തന്നെ ശ്രീ ആന്റോ അഗസ്റ്റിൻ ഇവിടെ നമ്മുടെ സദസ്സിലുണ്ട്. അദ്ദേഹവും നമുക്ക് ആശംസകൾ നേർന്നു കഴിഞ്ഞു. അദ്ദേഹത്തെയും നമ്മൾ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഫ്രാങ്ക് P. തോമസ് ആണ് മറ്റൊരു വ്യക്തിത്വം ഇവിടെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ എത്താൻ സൗകര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ MMTVയുടെ ശ്രീ PR സതീഷ് ഇവിടെ സദസ്സിലുണ്ട്. അദ്ദേഹം സ്റ്റേജിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടില്ല. പിന്നെ പങ്കെടുക്കാൻ വന്നുള്ള ശ്രീ ശിവകുമാർ സദസ്സിലുണ്ട്. അദ്ദേഹം നമുക്ക് നേരത്തെ തന്നെ ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വീണ്ടും സ്റ്റേജിലേക്ക് സദസ്സിലിരിക്കുകയാണ്. ശ്രീ AC റെജി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ സമ്പന്നമായ സദസ്സിന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് സിഒയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PB സുരേഷാണ്. ഒരിക്കൽ കൂടി ഇവിടെ ക്ഷണിതാക്കളായി എത്തിയിട്ടുള്ള സിഒയുടെ ഈ കൂട്ടായ്മയുടെ താങ്ങും തണലുമായി നിന്നിട്ടുള്ള, അതിന്റെ ഭാഗമായി നിന്നിട്ടുള്ള അതിന്റെ വെണ്ടർമാരും ബ്രോഡ്കാസ്റ്റർമാരും അതുപോലെ തന്നെ ജീവനക്കാരുമായി വിവിധ തലങ്ങളിൽ കേരള വിഷൻ ഇന്നത്തെ നിലയിൽ ഉയർത്താൻ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിനന്ദനങ്ങൾ. ഹൃദ്യമായ സ്വാഗതത്തിന് നന്ദി ശ്രീ K. ഗോവിന്ദൻ സർ, ചെയർമാൻ കേരള വിഷൻ.
ബഹുമാനരെ, ഈ ധന്യവേദിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് COA പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളാണ്. നേരത്തെ 5 വർഷക്കാലം അധ്യക്ഷ പദവിയിലിരുന്ന COA എന്ന സംഘടനയെ നയിക്കുകയും 2024 വീണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും സംഘടനയുടെ അമരക്കാരനായി തുടരുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ശ്രീ പ്രവീൺ മോഹൻ അവർകൾ. അടുത്തതായി നിറഞ്ഞ കൈയടിയോടുകൂടി അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ പ്രവീൺ മോഹൻ അവർകളെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം.